ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തെങ്കിലും വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇതില്ലേ, ഞങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ ഓൺലൈനിലൊക്കെ കാണുന്ന ഈ സ്റ്റാൻഡില്ലേ, നമ്മുടെ ഈ ടിന്നൊക്കെ വെക്കാൻ നമുക്ക് ഫ്ലാറ്റിലെല്ലാം വെച്ച് കൊടുക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ മേടിച്ചതാണ്. എന്നിട്ട് ഞാൻ ഡ്രില്ലറിനെ കൊണ്ട് എല്ലാം ഫിറ്റാക്കാമെന്ന് വിചാരിച്ചത് ആദ്യം. പിന്നെ അവരെ കാണാതാകുമ്പോൾ ഞാൻ തന്നെ ഫിറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ അതൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ എന്തെങ്കിലും ടൈൽസിൽ ഒട്ടിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ സൈഡിൽ താഴെ വെച്ച് കൊടുത്തിട്ട് ഇനി ടിന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ശരിയാക്കിയിട്ടുണ്ട് എൻ്റെ കിച്ചന്. അങ്ങനെ ഇത് ഞാനിന്ന് വിചാരിച്ചു മധുഹൂത്ത് ഉണ്ടാക്കാമെന്ന്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണത്തിന് ഞാൻ മധുഹൂത്ത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രണ്ട് പണിയും ഞാൻ ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മധുഹൂത്തിനില്ലേ, അത്ര കുറേ അങ്ങനെ മസാലയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 കിലോ ഇറച്ചിയാണ് ഞാൻ ഇതിലിട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കൺസിസ്റ്റൻസി ഇപ്പോൾ എടുക്കുന്നത് 3 തക്കാളി എടുക്കുന്നുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, പിന്നെ ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റിൻ്റെ പോലും ആവശ്യമില്ല ഇതിൽ. ഞാൻ ആദ്യം വിചാരിച്ചു പേസ്റ്റ് എടുക്കാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, എല്ലാം ഒന്നിച്ച് എടുക്കാൻ പോവല്ലേ. അപ്പോൾ മുഴുവനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി തന്നെ എടുക്കാമെന്ന്. പിന്നെ കുറച്ച് പുതിന ഇലയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒട്ടും ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. പിന്നെ ഇതിൽ മസാല കുറച്ച് ആഡ് ആക്കുന്നുണ്ട്. ഇത് കബ്സ മസാലയോ അല്ല, നമ്മുടെ മന്തി മസാലയല്ല. ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. ജീരകമാണ് എടുക്കുന്നത്. ചെറിയ ജീരകം, വലിയ ജീരകമല്ല എടുക്കുന്നത്. ചെറിയ ജീരക, പട്ട, ഗ്രാമ്പ്, ഏലക്കായ, പിന്നെ ബേ ലീവ്സ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് മല്ലി, അങ്ങനെയാണ് എടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിക്കുക. എന്നിട്ട് ഇതിൽ 1/2 കപ്പോളം ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരക, കുരുമുളക്, പിന്നെ കുറച്ച് ഒരു സ്റ്റാറില്ലേ, അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പച്ചമുളകില്ലേ, ഇങ്ങനെ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇതിൽ വിട്ടു വരുന്നത്. ഇത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോറാണ്. നമ്മുടെ ഈ കബ്സയോ മന്തിയോ അതിൻ്റെ ഒരു ടേസ്റ്റേ അല്ല, ഇത് വേറെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെടും ഇതിൽ. അപ്പോൾ എന്നിട്ട് ഈ തക്കാളിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇറച്ചി കുറച്ച് വലിയ വലിയ പീസ് തന്നെ ഇട്ട് കൊടുക്കാം. എന്നാലും നല്ല ഒരു ടേസ്റ്റും കൂടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇറച്ചി ഇട്ടിട്ട് ഈ മസാലയിൽ നല്ലോണം ഒന്ന് കോട്ടിങ് ആക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരും. തീ നല്ലോണം കൂട്ടി വെച്ചാലല്ലേ വെള്ളം ഇറങ്ങി വരാതെ തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയിപ്പോവും. കുക്കാവില്ല, പക്ഷെ പെട്ടെന്ന് ഫ്രൈ ആവും. ഇതിൻ്റെ ഈ ടൊമാറ്റോ പ്യൂരീസൊക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് വറ്റി കിട്ടും. അതുകൊണ്ട് തീ നല്ലോണം ലോയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ 2 ടീനിലായിട്ട് ഒരു 5 മുട്ടയുടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ടീനിൽ 3 മുട്ടയുടേതും മറ്റൊരു ടീനിൽ 2 മുട്ടയുടെ കേക്ക്. നല്ല ഒരു കൊക്കോ ചോക്ലേറ്റ് കേക്കാണ്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേക്ക് ഇപ്പോൾ സാധാരണ എന്തെങ്കിലും കേക്കൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് നേരെ ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് അധികം പേരുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു ടിന്നിൽ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം കേക്ക് ഉണ്ടാക്കിയിട്ട് നല്ല വലിയ ഒരു ട്രേയിലാണ് ഞാനിപ്പോൾ ഈ കേക്ക് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഈ കേക്കൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാമെന്ന്. എന്നിട്ട് ഈ ട്രേയിലാണ് ഞാൻ കേക്ക് സെറ്റാക്കുന്നത്. അതുകൊണ്ട് പൊടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച ഡ്രീം കേക്കിന് നല്ല സെറ്റായിട്ട് ഇങ്ങനെ കോരി കഴിക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് പൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അപ്പുറത്തുള്ള നെയ്ബേഴ്സും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കപ്പിൽ കേക്ക് ഞങ്ങൾക്കും കൂടി തരണമെന്ന്. അങ്ങനെ ഞാൻ ഒരു കപ്പിൽ അവർക്കും കൂടി സെറ്റാക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പാണ് ആഡാക്കിയിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള സിറപ്പിനെ ഈ ട്രേയിലുള്ള കേക്കിലോട്ട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ജോലിയും ഞാൻ ഒന്നിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പുറത്തോട്ട് നമ്മുടെ
മധുഹൂത്തിൻ്റെ ഇറച്ചിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 90% വരെ ഇറച്ചി കുക്കായിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, നല്ല വലിയ സെല്ല റൈസ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂറോളം ഞാനത് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്ത് അരിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരി ഇട്ട് കഴിഞ്ഞിട്ടില്ല, ഞാൻ മധുഹൂത്തിൻ്റെ മസാല ആദ്യമേ കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചോറിട്ട് അരിയിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയൊരു നാരങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലെമൺ ഇല്ലേ. അപ്പോൾ ഇത് ബ്ലാക്ക് ലെമൺ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടില്ല, ലെമണിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നാരങ്ങ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഈ ചോറിട്ട് കഴിഞ്ഞിട്ടില്ല, അരിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമേ ഹൈയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ മോൾ ഭാഗത്തൊക്കെ ഇങ്ങനെ അരി വന്ന് കഴിഞ്ഞിട്ടാണ് ഇത് 20 മിനിറ്റ് കുക്കാക്കിയിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് 20 മിനിറ്റ് ദമ്മിൽ വെച്ച് കൊടുക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ മൂട് തുറക്കേണ്ടത്. അപ്പോഴാണ് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ചോറ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് മയണൈസ് മസ്റ്റാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ നാൾ ഞാൻ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മയണൈസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞിട്ട് വേണം കേക്കൊക്കെ സെറ്റാവാൻ. എന്തെങ്കിലും ഡ്രീം കേക്ക് സെറ്റാക്കാൻ ടൈം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവസാനത്തെ ലെയർ മാത്രം ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനത്തെ ലെയറും കൂടി സെറ്റാക്കിയിട്ടാണ് ഇതിപ്പോൾ അവസാനം ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഈ കേക്ക് കട്ടിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇത് കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിക്ക് ഇവിടെ കയ്യാറായിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഗേളൊക്കെ റെഡിയായിട്ട് വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ബർത്ത്ഡേക്ക് എന്തായാലും കേക്ക് കട്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഡ്രീം കേക്ക് എന്തായാലും 1 ബൈറ്റ് കേക്കല്ലേ, അപ്പോൾ അതങ്ങനെ കഴിക്കാൻ എന്തായാലും കുട്ടികൾക്ക് പാടാണ്. അവരിങ്ങനെ കുറച്ച് കയ്യിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് തന്നെ കഴിക്കേണ്ടി വന്ന്. ഇതിപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒരു ബൗളിൽ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവരുടെ മുന്നിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ബർത്ത്ഡേ ഗേളും ഹാപ്പിയാണ്, എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷവും റെസിപ്പീസും ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക. എന്തായാലും അടിപൊളി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.